ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ ടി ബാലൻ നായർ, ഇനി നമ്മളുടെ ജനാവലിയുടെ ആദരവും ബഹുമാനവും വാങ്ങിയ ആചാര്യ രാജേഷ്, എം കെ രാഘവൻ MP, ശശിധരൻ, ഗംഗാധരൻ, കിഷൻദാസ്, വേദിയിൽ പുരുഷനായിരുന്ന മാന്യ സുഹൃത്തുക്കളെ, സുമൻ സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ആദരിക്കുന്നത് MR രാജേഷ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു ആചാര്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വലിയ മനുഷ്യനെ ആദരിക്കാനാണ്. അദ്ദേഹം നന്മണ്ടക്കാരനായി മാറി എത്രയോ വർഷങ്ങളായി എനിക്ക് MR രാജേഷ് അറിയാമായിരുന്നു. വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. പല കാര്യങ്ങളിലും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മേഖലകളിലേക്ക് എത്തിനോക്കാൻ എന്നെ സഹായിച്ച വലിയൊരു മനുഷ്യൻ കൂടിയാണ് ആചാര്യ രാജേഷ്. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നതിനെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മാതൃഭൂമിയിലുണ്ടായിരുന്നു. അതിൻ്റെ പഴയ കാല ഓർമ്മകളാണ്. എത്രയോ മണിക്കൂറുകളും ദിവസങ്ങളോളം ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഈയിടെ എന്നൊരു യാത്രാവിവരണം പുസ്തകപ്പെടുത്തിയിരുന്നു, ഡാന്യൂബ് സാക്ഷാത്. ആ ഡാന്യൂബ് മൈത്രി എന്നൊരു പേരുണ്ട് എന്നോട് ആദ്യം പറഞ്ഞത് രാജേഷ്. അതുപോലെ തന്നെ വേദങ്ങളുടെ ശബ്ദങ്ങളുടെ അർത്ഥം അതേക്കുറിച്ചും അദ്ദേഹം വാചാലനാകാറുണ്ടായിരുന്നു. ഹൈമോൾ ഞാൻ എഴുതിയിരുന്ന കാലത്താണ് പ്രത്യേകിച്ച് ശൈവസംഘത്തെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിരുന്നപ്പോൾ എന്നെ സഹായിച്ചത് രാജേഷ്. അദ്ദേഹത്തിന് അഗാധമായ പരിജ്ഞാനമാണ് നമ്മുടെ ആർഷഭാരത ഗ്രന്ഥങ്ങളിലുള്ള വേദ ഉപനിഷത്തുകളിലുള്ള പലരും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടുകാരിൽ ഇവിടെ ജനിച്ച ശങ്കരനെ, ആദിശങ്കരനെ നമ്മൾ ബഹുമാനിക്കാറില്ല. ആരും ഒരു യോഗത്തിൽ ആദിശങ്കരനെ കുറിച്ച് പരാമർശിക്കുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നുണ്ടെങ്കിൽ എവിടെയോ വിപുലമായ ചിലതെല്ലാം മനസ്സിലാക്കില്ല. ശങ്കരൻ്റെതല്ലാത്ത പല കൃതികളും ഉദ്ധരിച്ച് ജാതി ഉറപ്പിച്ച ഒരു മനുഷ്യനാണ് എന്ന് നമ്പൂതിരിമാർ ജാതി വൃഷ്ടി കൽപ്പിച്ച് സ്വന്തം അമ്മയെ ചെറുത്തു വെച്ച ശങ്കരനെ കുറിച്ച് പ്രസിദ്ധീകരണം കേട്ടിട്ടുണ്ട്. നമ്മൾ കേരളം വിട്ട് ഇന്ത്യയിലെ ഏത് ഗ്രാമങ്ങളിൽ പോയാൽ ഞാൻ കുറെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരാളുകളോട് തോന്നുന്നു കേരളത്തിൽ നിന്നാണ് അവരെഴുന്നേറ്റ് പറയും ആദിശങ്കരന്റെ നാട്ടിൽ വന്നതാണ്. ആദിശങ്കരന്റെ നാട്ടിൽ ജനിച്ചതിന് ബഹുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിമാലയ സാഹിത്യങ്ങൾ പോകണം. അവരുടെ ഗ്രാമങ്ങളിൽ ശങ്കരനെ കുറിച്ച് നമ്മൾ കേരളത്തിൽ ലോക
കലിയുഗത്തിലെ മഹാചിന്തകളിൽ എന്നും ഒന്നാം സ്ഥാനത്ത് എന്ന് പറയപ്പെടുക ശങ്കരന്റെ ജന്മദിനം കേരളത്തിൽ അദ്ദേഹത്തെ ചോദിക്കുക. നമ്മൾ അങ്ങനെയൊക്കെയാണ്. അദ്ദേഹം ഉപനിഷത്തുകൾക്ക് ശങ്കരന്റെ വ്യാഖ്യാനം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ശങ്കരൻ ഗീത, ഭഗവത്ഗീത, ദശോപനിഷത്തുകൾ, ബ്രഹ്മസൂത്ര ഭാഷ്യം വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്കൃതത്തിൽ രചിച്ച വേദങ്ങൾക്ക് അതിന്റെ അർത്ഥമാണ്. ഇംഗ്ലീഷിൽ പര്യായ ശബ്ദങ്ങൾ. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിരയാണ്, സണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, മറ്റൊരു വാക്കില്ല. എത്രയോ പര്യായങ്ങൾ. ശതപഥ ബ്രാഹ്മണത്തിലെ അശ്വമേധത്തെ ബൃഹദാണ്ഡങ്ങൾ വിളിച്ചു വന്നപ്പോ ആശുവും പ്രപഞ്ചവും മറ്റെന്നോ ഭേദവുമായി മാറിയ വേദാന്തത്തിന്റെ കൽപ്പനയിൽ സംസ്കൃതത്തിലെ ആഴത്തിൽ ഭാഷ രചിച്ചിട്ടുള്ളതാണ്. ആ സമൂഹത്തിൽ മുമ്പിൽ തപ്പിയ ആളാണ് ആദിശങ്കരൻ. ചാന്തോക്യത്തിലെ ഒരു മഹാവാക്യം തത്വമസി അത് പലതായി വ്യാഖ്യാനിക്കാൻ. അത് അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവുമായി, ശങ്കരനും രാമാനുജനും മാധവനുമായി. അതെല്ലാം ഈ നമ്മുടെ ആശഭാരതത്തിലെ വൈജ്ഞാനിക സമ്പത്തുകളാണ്. ആ ഗീതയുടെ പരിഭാഷ, ഗീതയുടെ വ്യാഖ്യാനം ശങ്കര വ്യാഖ്യാനം. ഉപനിഷത്തിന് ശങ്കരല്ല, കേരോപനിഷത്ത്. കേരോപനിഷത്ത് വ്യാഖ്യാനം ശങ്കരൻ പറഞ്ഞു. അവിദ്യ ഇരുട്ടിലേക്കും ഇതിന്റെ കൂലിയിലേക്കും നയിക്കും. അതിന് അർത്ഥം മനസ്സിലാകുന്നില്ല. അദ്ദേഹം രാജേശ്വരി അർത്ഥം അദ്ദേഹം അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം ദശോപനിഷത്തുക്കളുടെ വ്യാഖ്യാനം ആദിശങ്കരൻ, വ്യാസന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഇത് ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ആദ്യം ഓർത്തുകൊണ്ടത് വിദ്യാവാചസ്പതി പനോട് എഴുതിയിട്ടാണ്. അത് പ്രസിദ്ധീകരിക്കുന്ന ആളുണ്ടായിരുന്നില്ല. മാധവനാണ് പ്രസിദ്ധീകരിച്ചത്. 100 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റെഫറൻസ് കൊടുക്കാറുണ്ട്. ഉപനിഷത്തിൽ ശങ്കരാസ് ഓൺ വേർഡ്സ്, ഗീതായും ശങ്കരാസ് ഓൺ വേർഡ്സ്. ഞാൻ വാദസ്വത്തിൽ പറയാറുണ്ടായിരുന്നു, ബ്രഹ്മസൂത്ര ഭാഷ്യം നിങ്ങൾ ശങ്കരന്റെ വ്യാഖ്യാനം തർജ്ജമ എഴുതുന്നു. എന്നാൽ പ്രസ്ഥാനത്രയങ്ങൾ ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര ഭാഷ്യം സാധിക്കുമെന്നറിയില്ല. സാധിക്കാം. അങ്ങനെ അദ്ദേഹം ബ്രഹ്മസൂത്ര ഭാഷ്യം പക്ഷെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അത് 2 ദിവസം പോയിരുന്നു. എന്നോട് പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. ഞാൻ ചില നിയോഗങ്ങളൊക്കെ അവർ ചെയ്യേണ്ടത് അറിയില്ല. എനിക്കെന്തോ തോന്നി മനസ്സിൽ ഈ മഹാമനുഷ്യനുണ്ടാവും. ഞാൻ എഴുന്നേറ്റ് നിൽക്കുവോ? രാജസ്വതി എഴുന്നേറ്റ്. അദ്ദേഹം ഒരു പിന്നോക്ക സമുദായം ജനിച്ചാണ്. പിന്നോക്ക സമുദായക്കാർക്ക് ഭേദപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം വ്യാഖ്യാനം കഴിഞ്ഞാണ്. ഞാനൊന്ന് അങ്ങനെ കാലൊന്ന് തൊട്ട് തന്നെ വെക്കുന്നു. എന്റെ മനസ്സിൽ ആചാര്യത്തിൻ്റെയാണ്. അത് കഴിഞ്ഞാൽ പോകുമ്പോൾ മകൻ ശ്രേയാംശമാണ്. ഞങ്ങൾ പലരെയും കാലം നടന്നത്. പക്ഷെ ഞാൻ ദിവസം അനുഗ്രഹവുമായി പോകുന്നു. അതിനുശേഷം 10 നാട്ടിൽ കുറച്ച് ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിലാവുള്ളൂ. ലോകത്തിൽ ഇന്ത്യയിൽ എവിടെ പോയാലും ലോകത്തെവിടെ പോയാലും ഗീതയുടെ വ്യാഖ്യാനം കിട്ടും, ഉപനിഷത്തുകളുടെ വ്യാഖ്യാനം കിട്ടും, ബ്രഹ്മസൂത്ര ഭാഷകളുടെ വ്യാഖ്യാനം കിട്ടും. പക്ഷെ പ്രസ്ഥാനത്തിനായിരുന്നു ഒന്നിച്ചു.
പ്രസ്ഥാനത്രയമാകണമെങ്കിൽ ആ ബ്രഹ്മസൂത്ര ഭാഷത്തിന്റെ പ്രവർത്തനം നിർമ്മിക്കുന്നത് പല പണ്ഡിതന്മാരും പോയി. അതൊന്നും ആവശ്യമില്ല. അത് രാജേഷ് അങ്ങനെ ബ്രഹ്മസൂത്ര ഭാഷത്തിന്റെ വിട്ടുപോയ അദ്ദേഹത്തിന് സാധിക്കാതില്ല വാചസ്പതി. അത് പൂരിപ്പിച്ചത് രാജേഷ്. ഇന്ന് ഇന്ത്യയിൽ പ്രസ്ഥാനത്രയം എന്ന പേരിൽ ഗീതാ ഉപനിഷത്ത് ബ്രഹ്മസൂത്ര ഭാഷന്റെ വ്യാഖ്യാനം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച പ്രസ്ഥാനത്രയം മാത്രമാണ്. ആ പ്രസ്ഥാനത്രയം നിർമ്മിച്ചത് ആചാര്യ രാജേഷ്. അതിന് അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു, രാജേഷ്, നിങ്ങളുടെ ലോകങ്ങളെയും ഈ ജഗത്തുള്ള നിങ്ങൾ അറിയുന്ന ദിവസം നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്, നിങ്ങൾ നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നോടൊന്നും പറയാൻ കഴിവുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങൾ പറയാൻ വേണ്ടി തോന്നിയതാണ്. ഇന്ന് ലോകത്തിനുള്ളിൽ പ്രസ്ഥാനത്രയം ശങ്കരാചാര്യന്റെ വ്യാഖ്യാനം യോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മിച്ച ഉത്തരവാദി തുടങ്ങിയത് വിദ്യാവാചസ്വത തമ്മിൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചത് ആചാര്യ രാജേശ്വരി. അങ്ങനെ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അധികം സംസാരിക്കുന്നില്ല. സോമയാഗത്തെ കുറിച്ച് പറഞ്ഞു. എല്ലാം പഠിച്ച ആചാരങ്ങളാണ്. യാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ചിന്ത ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും പരസ്പര ബന്ധിതങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ്. എല്ലാ ഉപദേശത്തിലും ശാന്തി മന്ത്രമുണ്ട്. ആ ശാന്തി മന്ത്രത്തിൽ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സമസ്ത സൃഷ്ടികൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും ശാന്തിയാണ്. കുടുംബം എന്ന് പറയുന്നത് അവനവന്റെ വീട്ടിൽ പെറ്റുപിരിക്കുന്നവർ മാത്രമല്ല, സൃഷ്ടികളുടെ കുടുംബമാണ്. എല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. വൈദ്യശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഏത് കലകളായാലും ഏതിനെ പറ്റിയൊക്കെ ഈ ആശാലത്തിൽ ഋഷികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതെല്ലാം സമഷ്ടിയുടെ ഭാഗമായിട്ടാണ്, പൂർണ്ണതയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം, അങ്ങനെയാണ് സൃഷ്ടി. അതൊക്കെയാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ. ജാതി ഭംഗിയുടെ ആ ജാതി വേദപഠനത്തിന് അവകാശികൾ ബ്രാഹ്മണന്മാർ. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി, അങ്ങനെ നീതിശാസ്ത്രം ഉണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസം വൈജ്ഞാനികം എന്നൊക്കെ പറയുന്നത് ചുരുക്കം ചില ആളുകളാണ് അദ്ദേഹം ഒതുങ്ങി. മറ്റു ജനങ്ങളെല്ലാം അതിന് അകന്നാണ്. അങ്ങനെ ഭാഷ, സംസ്കൃത ഭാഷ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആ വിജ്ഞാനം ബ്രാഹ്മണന്റെ മാത്രമായി. അങ്ങനെ മഹാഭൂരിപക്ഷമായ ഹൈന്ദവ സമൂഹത്തിൽ അതുമായി ബന്ധപ്പെടാത്തവരായി. അങ്ങനെ പ്രത്യേക നീതിശാസ്ത്രം ഉണ്ടായി. അങ്ങനെ ജനകീയമായി മാറേണ്ടത് വിജ്ഞാനത്തിന്റെ കുതിരയായി ഭരണകേന്ദ്രങ്ങൾ മാത്രം ഒതുങ്ങി. അതിൽ നിന്ന് മോചിപ്പിക്കാൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായി. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജനകീയമാക്കാൻ ശ്രമിച്ചു. സോമയാഗം നടത്തണം. വേദപണ്ഡത്തിന് ആരാണ് അർഹനായിട്ടുള്ളത്? വേദപണ്ഡത്തിന് മനുഷ്യനായി ജനിച്ചിരുന്നതാണ്. മനുഷ്യകുലമാണ് വേദനയിൽ ഒരു പ്രത്യേക ജാതിയാണ്. ശ്രീനാരായണ അരിയപ്പുറം പുരുഷനത്തിന് ഏതോ ശിവനാണെന്ന് പറഞ്ഞു ജാതി മേധാവിത്വത്തിനെതിരായി പറഞ്ഞതാണ്. അത് നവോത്ഥാനമായി മാറി. അങ്ങനെ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മുഴുവനുണ്ടായി. സോമയാഗവും അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ നിന്നും മാറ്റി
സ്ത്രീകളെയും കൂടി കൊണ്ടുവന്നു. ജാതി വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് മറ്റൊരു സ്ഥാനമാണ്. അവർ നിങ്ങൾ അർഹതയില്ലാത്തവരാണ്. പ്രതിഷ്ഠയ്ക്ക് അർഹതയില്ല, യാഗങ്ങൾക്ക് അർഹതയില്ല. അതെല്ലാം മാറ്റി ഏത് ജാതി ജനിച്ചവനായാലും അവന് അർഹതയുണ്ട്. അവരെ ഞാൻ അവകാശപ്പെട്ടതാണ്. അങ്ങനെ സോമയാഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമല്ല, അത് സമൂഹത്തിന്റെയാണ്, ജനങ്ങളുടെയാണ്. അത് പ്രഖ്യാപിക്കാൻ ധൈര്യം കുറച്ചൊന്നും പോരാ. ഒരിക്കൽ അമൃതാനന്ദമണി കണ്ടു. ഞാൻ അവരുടെ കാര്യം പറഞ്ഞു, നിങ്ങളെ ഗുണം കാണിക്കുന്ന പോലെ അവർക്ക് എനിക്ക് പ്രശ്നമല്ല. ഞാൻ നിങ്ങൾക്ക് വരാനൊരു കാര്യമാണ്. എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് പ്രതിഷേധിച്ചില്ല. പഞ്ചമജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വിധിച്ചിട്ടേ ഇല്ല. സ്ത്രീയാണ് അവർക്ക് നിഷ്ഠ നടത്തുന്നത്. അതൊരു ചോദ്യമാണ്. ഏതോ ഒരു മേധാവിത്വത്തിനെതിരായ ഒരു ചോദ്യമാണ്. ആ അമ്മയെ ഞാൻ ബഹുമാനിക്കണം. നോക്കേണ്ട കാര്യം. അങ്ങനെ ആചാര്യ രാജേഷ് സോമയാഗം പ്രഖ്യാപിച്ച പല തൊട്ടുകളും പറഞ്ഞു ചോദിച്ചത് പണിഞ്ഞാൽ പാടുക. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പോലൊരാണ് ഇതൊക്കെ ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ വൈജ്ഞാനികരുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നത് പുരോഗമനവാദിയാണെന്ന് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതിലേക്ക് വിമർശിക്കണമെന്നും ഖണ്ഡിക്കണമെന്നും പഠിച്ചു വെച്ചു. വിവരമറിയാത്തവർ, ചരിത്രമറിയാത്തവർ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി. സോമയാഗം ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മേധാവിത്വത്തിൽ നടത്തേണ്ട ഒന്നാണ് എന്നുള്ള ക്രമത്തെ മാറ്റി അങ്ങനെ ജനകീയമാക്കി ആ സോമയാഗത്തിൽ സംശയിപ്പായിരുന്നു. ഇവിടെ പറയാൻ ഞാനാണല്ല. അത് മറ്റൊരവസരത്തിൽ പറയാം, അവസരമില്ല. അറിഞ്ഞത് അങ്ങനെ 14 ലക്ഷത്തോളം ആളുകളും 6 ലക്ഷമോ 14 ലക്ഷത്തോളം ആളുകൾ. അവിടെ മറ്റ് മതസ്ഥരുണ്ട്. ഇസ്ലാമിക വിശ്വാസികൾ വന്നു, ക്രിസ്ത്യാനികൾ വന്നു, സ്ത്രീകൾ വന്നു, ശൂദ്രർ വന്നു, പഞ്ചമജാതിക്കാർ വന്നു, എല്ലാവരും വന്നു. അപ്പോൾ പല ജാതികളിലും വ്യവസ്ഥകളിലും അവകളിലും സൂക്ഷിച്ച മനുഷ്യൻ ഒരു മനുഷ്യകുലമായി മാറി. ഒരു സങ്കല്പമാണ്. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ആളുകൾ വന്നു. അങ്ങനെ സോമയാഗം നടന്നു. പ്രകൃതിയുടെ ഭാഗമായി നമ്മൾ പല കൊണ്ടുകളും സൃഷ്ടിക്കാറില്ല. രക്ഷമാണ്. യാഗത്തിൽ സൃഷ്ടിക്കുന്ന ജീവനാണ്. അങ്ങനെയൊക്കെ ശാസ്ത്രീയമായ പ്രവേശനത്തിലുണ്ട്. അതെല്ലാം രാജേഷ് അദ്ദേഹം കശ്യാപാശ്രമം തുടങ്ങി. ഇവിടെ കുട്ടികൾ ചൊല്ലിയത് മനുഷ്യന്റെ ആദ്യ മന്ത്രമാണ്, അഗ്നിയുടെ ഒരു അങ്ങനെയാണ് തുടങ്ങാറ്. അതാണ് ചൊല്ലില്ല, കുട്ടികൾ ചൊല്ലി. അങ്ങനെ ആശഭാഗ്യജ്ഞാനം മനുഷ്യ മനസ്സുകളിൽ ജാതിയുടെ മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആർഷഭാഗ്യജ്ഞാനം തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്മാദമായി മാറ്റുക. അത് തന്റെ കർത്തവ്യമായി ബോധ്യപ്പെട്ട രാജേഷ് ആചാര്യനായി. ആചാര്യ രാജേഷിനെയാണ് ഈ നന്മന്റെ ജനങ്ങൾ ആദരിക്കുന്നത്. നമ്മൾ ആദരിക്കാൻ പഠിക്കണം. വലിയവരെ ആദരിക്കാൻ പഠിക്കണം. സുമനസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കും. തല കുനിയേണ്ടത് വലിയവരെ മുതലാണ്. ഒരു വയസ്സിൽ ചെറുതാണെങ്കിൽ എന്നെ സംബന്ധിച്ച് രാജേഷിൽ എനിക്കൊന്നും നേടാനില്ല. പക്ഷെ പലരും ഞാൻ നേടിയിട്ടുണ്ട്. ചില കുടുംബത്തിന് പോലെ ഇത് എവിടെ നിന്നാണ് മനസ്സിലാക്കി. ഞാൻ പോലെ രാജേഷ് പെട്ടതാണ്. എത്രയോ ദിവസങ്ങളും രാത്രികളും ഈ മഹാമനുഷ്യൻ
രാഷ്ട്രീയമാണ്, സായുജ്യം കരുതി അതും ആയിരിക്കാം. അതിലും അപ്പുറത്തുള്ള ലോകമുണ്ട്, വിജ്ഞാനത്തിന്റെ ലോകമുണ്ട്. യൂറോപ്പും അമേരിക്കയും മറ്റു രാജ്യങ്ങളുമാണ് പുരോഗതിയും വിജ്ഞാനവും ശാസ്ത്രവും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് എന്തും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ചിന്ത. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകാധിപതികളും സർവാധിപതികളും അവർ ചെയ്ത തെറ്റിന്റെ പശ്ചാത്തലത്തിൽ സമയത്തിന്റെ യാത്രയിൽ സമയം പ്രതികാരം ചെയ്തു മാത്രമേ. അത് പല രാജ്യങ്ങളും നടന്നിട്ടുണ്ട്. കലിംഗ രാജ്യത്തിൽ ദയാനദീ തീരത്ത് യുദ്ധം ചെയ്ത് കലിംഗ യുദ്ധം ജയിച്ച അശോകനെ സാമ്രാട്ട് അശോകനായി നിങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നില്ല. ആ യുദ്ധം തെറ്റാണ് എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് ദുഃഖിച്ച് ആ അശോകനാണ് നമ്മളുടെ ബഹുമാനത്തിന്റെ പ്രതീകം. അതാണ് അശോകന്റെ പശ്ചാത്തലത്തെ അശോകൻ. ഒരു മഹാരാജാവ് രാഷ്ട്രത്തിന്റെ അതുപോലെ ബുദ്ധൻ നമ്മൾ അംഗീകരിക്കില്ല. പക്ഷെ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ ഒരു ബുദ്ധനുണ്ട്, ബോധവൃക്ഷത്തോട്ടുള്ള ബുദ്ധൻ. ആ ബുദ്ധനെ നമ്മൾ അംഗീകരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ മനസ്സ്. ആ മനസ്സ്, ആ വിജ്ഞാനം നമ്മളെ പഠിപ്പിക്കാനും പഠിപ്പിച്ചു തരാനും തലമുറകളെ ധന്യമാക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യ രാജേഷ് എന്ന് പറയുന്ന ഈ നന്മണ്ടക്കാരനായിട്ടുള്ള വലിയ മനുഷ്യൻ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു നീതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മളത് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരുടെയും പേര് നിങ്ങൾ നൽകുന്നതാണ് ഈ ആദരവ് എന്നെ കൊണ്ടാണ് കുറിപ്പിച്ചത്. അതിൽ വല്ല വൈകല്യങ്ങളോ പരിശോധിക്കില്ലാതെ ഈ ആദരവ് സമുചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രാർത്ഥന ഇനിയും വരുന്ന കാലങ്ങളിൽ ഇന്ത്യ മുഴുവൻ എവിടെയോ മനുഷ്യബന്ധങ്ങൾ അകന്നു പോകുന്ന ഈ കാലത്ത് എവിടെയോ ബന്ധങ്ങളെല്ലാം പോയി നമ്മളുടെ എന്തിനാണ് നമ്മൾ അറിയാത്തല്ലോ. നമ്മളെ ആകെ വിഷമിപ്പിക്കുന്ന പലരും മുന്നിൽ കാണുന്ന കാലഘട്ടത്തിൽ എവിടെയോ ഒരു ചെറിയ വിളക്ക് നമ്മൾ കാണുന്നു. അധികരിപ്പോഴുള്ള ചില ആളുകളാണ് അവർ കത്തിച്ച് കൈത്തിരി അവിടെ ഉണ്ട്. ഏത് ഇരുട്ടിലും എത്ര ദൂരം നോക്കിയാലേ വിളക്ക് കാണാം. ആ കൈത്തിരി കത്തിച്ചെടുക്കുന്ന ആളുകളുണ്ടായി. നമ്മുടെ മക്കളുടെ മക്കളും വെള്ളം കുടിക്കാതെ മരിക്കരുത്. അവരമ്മയച്ഛന്മാരെ അവർ കച്ചവടക്കാരുണ്ട്. അച്ഛനെയും അമ്മേനെയും ശവമിട്ടാൽ കോളേജുകൾക്ക് 15-30 ലക്ഷം കിട്ടും. അമ്മയെയും അച്ഛനെയും കിഡ്നി വിറ്റാൽ 1 കോടി രൂപ കിട്ടും. അവരെല്ലാം ചരിത്രമായി മാറി. അതാണോ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ നമ്മളെ പഠിപ്പിച്ച വാക്കുകൾ. അതൊന്നുമല്ല, നടുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അച്ഛനും ചങ്ങല ചുറ്റു വെക്കും മുമ്പിൽ പഠിച്ചെടുക്കാതെ. അതൊന്ന് മാറ്റി മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്നുള്ള ആചാര്യ വചനങ്ങൾ നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും മനസ്സുകളിലും ആത്മാവിലും മുദ്ര കിട്ടിയതാണ് ചില ആചാര്യന്മാരുടെ ആവശ്യം. അതിലൊരാൾ ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്നത് ആചാര്യ രാജേഷാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വലിയ വലിയ വിജ്ഞാനങ്ങളുടെ പീഠങ്ങൾ കയറാൻ സമൂഹത്തിന്റെ ശാന്തി ഭദ്രതയ്ക്ക് വിജ്ഞാനം പകരാനും അവരെ സേവിക്കാൻ താങ്കളുടെ ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ നന്മയുടെ ജനാവലി നൽകിയ സ്വീകരണം എന്നെ കൊണ്ട് ഒപ്പിച്ചത് പക്ഷേ ഞാനും ആ മഹാഭാഗ്യത്തിൽ ഭാഗമാക്കാൻ വിധിക്കപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കാം എന്ന് എൻ്റെ വാക്കുകൾ കേട്ട് എല്ലാ സുമനസ്സും